بسم الله الرحمن الرحيم الله نحمده دوما ونشكره على هدايته للدين إيانا يا رب صل على خير الورى وعلى آل وصحب ومن والاه إحسانا يا رب وفقنا للعلم وارزقنا نورا وحفظا من القرآن تبيانا واغفر لنا ولمن كانوا يعلمنا ولوالدينا ولشركاء إخوانا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് മനസ്സിലേക്ക് കൊണ്ടുവരിക. എല്ലാവരും കൊണ്ടുവന്നോളൂ. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവരുടെയും മനസ്സിൽ വന്നില്ലേ? എത്ര പെട്ടെന്നാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് കൂട്ടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്ര പെട്ടെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. നാം എല്ലാ ദിവസവും നിസ്കരിക്കാറുണ്ട്. ആ നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരം നാം ഓരോരുത്തരും എങ്ങനെയാണ് നിസ്കരിക്കുക, ആ നിസ്കാരത്തിൻ്റെ രൂപം പൂർണ്ണമായി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എല്ലാവരും കൊണ്ടുവരൂ. ആ നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ വുളൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി നാം നിൽക്കുന്നു. ഓരോന്നും കൊണ്ടുവരിക. ഓക്കെ, ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു നിസ്കാരം വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു നോക്കട്ടെ. 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഒന്ന്, നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്? നമ്മുടെ ചൂണ്ടുവിരൽ നിസ്കാരത്തിൽ ഉയർത്തണം. അത് എങ്ങനെയാണ്, എപ്പോഴാണ് ഉയർത്തേണ്ടത്? എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? അങ്ങനെ നിങ്ങൾ ഉയർത്താറുണ്ടോ? അടുത്തൊരു ചോദ്യം. മുഹമ്മദ് നല്ലൊരു വിദ്യാർത്ഥിയാണ്. അവൻ നിങ്ങളെപ്പോലെ 8ാം ക്ലാസ് വളരെ ഭംഗിയായി പഠിച്ച് ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ദിവസം അവൻ ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി അവൻ ഒരാളെ വെയിറ്റ് ചെയ്യുകയാണ്. അവൻ തൊട്ടടുത്ത പള്ളിയിൽ കയറിയിരുന്നു. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കാരത്തിൻ്റെ അവസാന സമയമെത്തി. ആ സമയത്ത് 2ാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അത്തഹിയാത്തിലിരുന്നു. ഇരുന്ന പാടെ ഉടനെ അവൻ സലാം വീട്ടി പെട്ടെന്ന് ഫോണുമെടുത്ത് മടങ്ങിപ്പോയി. ഉടനെ നമ്മുടെ മുഹമ്മദ് അവനെ പിന്തുടർന്നു. അവനോട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ നിസ്കരിച്ചത് ചെറിയ അബദ്ധമുണ്ട്. നീ അവസാനം അത്തഹിയാത്ത് ഓതിയിട്ടില്ല. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, അത്തഹിയാത്ത് ഓതിയിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാവും. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയ നിങ്ങളെപ്പോലെ മിടുക്കനായ മുഹമ്മദ് എന്ന വിദ്യാർത്ഥി അവനോട് പറഞ്ഞു കൊടുത്തു, അത്തഹിയാത്ത് ഓതിയിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാവും, എങ്കിലും
അത്തഹിയാത്തിൻ്റെ സമയം നീ അവിടെ ഇരിക്കണം. അത്തഹിയാത്ത് ഓതുന്ന ആ സമയം നീ അവിടെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഇതുപോലെ നല്ല മുഹമ്മദുമാരായി നിങ്ങളുമായി തീരണം. എല്ലാവരും തയ്യാറല്ലേ? ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത് എന്ന്. രണ്ടാമത്തത്, മുഹമ്മദ് ഒരു സുഹൃത്തിനെ കണ്ടു. ആ സുഹൃത്ത് സലാം വീട്ടി 2ാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ സലാം വീട്ടി തിരിഞ്ഞു പോയി. അവൻ്റെ നിസ്കാരം ശരിയാകുമോ? 2 ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ആ സുഹൃത്തിനെ മുഹമ്മദ് പിന്തുടരുകയും ആ സുഹൃത്തിനോട് മുഹമ്മദ് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും പറഞ്ഞു കൊടുത്തത്? അവൻ്റെ നിസ്കാരം ശരിയായിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പൂർണ്ണമായ നിസ്കാരത്തിൻ്റെ രൂപമാണ്. അതിൽ ആദ്യമായി വുളൂ ചെയ്ത് നിസ്കാരത്തിൽ കൈ ഉയർത്തി തക്ബീറത്തു തഹ്രീം കെട്ടി ശേഷം സനായ് ചൊല്ലി ഔദും ബിസ്മിയും ഫാത്തിഹയും ഓതി പിന്നെ റുക്കുവും സുജൂദും ഒക്കെ ചെയ്ത് അവൻ 2ാമത്തെ സുജൂദിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുവരെയാണ് നാം മുമ്പ് ചർച്ച ചെയ്തത്. 2ാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നേരെ നൃത്തത്തിലേക്ക് നാം വരണം. ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം അല്പമൊന്നിരുന്ന് പിന്നെ 2 കൈകളെ കൊണ്ട് ഭൂമിയിൽ ഒന്ന് അമർത്തി എഴുന്നേറ്റ് വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഭൂമിയിൽ നമ്മുടെ കൈകളെ കൊണ്ട് നാം ഭാരം കൊടുക്കാതെ നേരെ എഴുന്നേറ്റ് നൃത്തത്തിലേക്ക് വരിക. ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിഹ ഓതുന്നു, സൂറത്തോ അല്ലെങ്കിൽ 3 ആയത്തോ നാം ഓതുന്നു. ഇവിടെ 2ാമത്തെ റക്അത്തായതുകൊണ്ട് സനാ ഓതേണ്ടതില്ല. അതുപോലെ ഔദുവും ഓതേണ്ടതില്ല. ബിസ്മിയും ഫാത്തിഹയും സൂറത്തും എല്ലാം 1ാമത്തെ റക്അത്തിൽ ഓതിയതുപോലെ നാം ഓതുക. പിന്നെ റുക്കൂവും സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തവും എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക. അങ്ങനെ 2ാമത്തെ റക്അത്തിൽ 2ാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നാം ഇരിക്കണം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കണം. എങ്ങനെയാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കുക? നിങ്ങൾ വീഡിയോ നോക്കൂ. ഈ രൂപത്തിലാണ് നാം ഇരിക്കേണ്ടത്. ഇത് പുരുഷന്മാരാണ് ഈ രൂപത്തിൽ ഇരിക്കേണ്ടത്. മൊത്തം നിസ്കാരത്തിൽ 2 രൂപത്തിലുള്ള ഇരുത്തമുണ്ട്. തവറുക്കിൻ്റെ ഇരുത്തം, അതുപോലെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കണ്ടതുപോലെ ഇടതുകാൽ പരത്തി വെച്ച് അതിൻ്റെ മുകളിൽ ഇരിക്കുക. വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നില്ലേ? അതോടുകൂടി വലതുകാൽ വെക്കുക. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2ാമത്തെ ഒരു ഇരുത്തമാണ് തവറുക്കിൻ്റെ ഇരുത്തം. എങ്ങനെയാണ് തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത്? വീഡിയോയിൽ നോക്കൂ. ഇതാണ് തവറുക്കിൻ്റെ ഇരുത്തം. ഈ തവറുക്കിൻ്റെ ഇരുത്തമാണ് സ്ത്രീകൾ ഇരിക്കേണ്ടത്. പുരുഷന്മാർ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കണം. ഇരുന്നതിൻ്റെ ശേഷം നമ്മുടെ 2 കൈകൾ തുടയുടെ മേൽ വെക്കണം. അതിൻ്റെ വിരലുകളുടെ തലഭാഗം കിബിലയിലേക്കാകുന്ന രൂപത്തിൽ ഇങ്ങനെ തുടയുടെ അടുത്ത് നമ്മുടെ 2 കൈകളും വെക്കണം. ശേഷം ഹദീസിൽ വന്ന അത്തശഹുദ് നാം ഓതണം. ഏതാണ് ആ തശഹുദ്? അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്തയ്യിബാതു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ അത്തഹിയാത്ത് നാം ഓതണം. ആ അത്തഹിയാത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചൂണ്ടുവിരൽ
ഉയർത്തണം. ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ആ ചൂണ്ടുവിരൽ താഴേക്ക് തന്നെ വെക്കുകയും ചെയ്യണം. ഇതോടുകൂടി 2 റക്അത്ത് പൂർത്തിയായി. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി എല്ലാവരും പാഠഭാഗങ്ങൾ എടുക്കുക. ഞാൻ ആദ്യം ഒരു തവണ വായിക്കുന്നു, എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കണം. മനസ്സിലാവുന്നല്ലോ. സുമ്മ യൻഹലു മിൻഹാ മുകബ്ബിറൻ ബിലഅ്തിമാദിൻ അലൽ അർളി ബിയദൈഹി വബിലാ ഖുഊദിൻ ഫതമ്മത്തിർ റക്അത്തുൽ ഊലാ വഹാകദാ الركعة الثانية إلا أنه لا يستفتح ولا يتعوذ فيها. وإذا فرع من السجدة الثانية من الركعة الثانية يفترش رجله اليسرى ويجلس عليها وينسب رجله اليمنى موجها أصابعها نحو القبلة واضعا يديه على فخذه باسطا أصابعها ثم يقرأ التشهد المأثور التحيات لله والصلوات والطيبات السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ويشير بالمسبحة في الشهادة فيرفعها عند لا إله ويضعها عند إلا الله. നമുക്കിനി അർത്ഥം വെച്ച് നോക്കാം. എല്ലാവരും പുസ്തകം തുറന്നില്ലേ? എൻ്റെ കൂടെ ശ്രദ്ധാപൂർവം എല്ലാവരും അർത്ഥം കേൾക്കണം. സുമ്മ യൻഹലു. ഇപ്പം ഇന്നലെ നാം എത്തിയത് അവൻ 2ാമത്തെ സുജൂദിലാണ്. 2ാമത്തെ സുജൂദിൽ നിന്ന് എന്ത് ചെയ്യണം? 1ാമത്തെ റക്അത്തിൻ്റെ 2ാമത്തെ സുജൂദ്. ആ 2ാമത്തെ സുജൂദിൽ നിന്ന് സുമ്മ പിന്നെ യൻഹലു അവൻ ഉയരണം. മിൻഹാ ആ 2ാമത്തെ സുജൂദിൽ നിന്ന് മുകബ്ബിറൻ തക്ബീർ ചെല്ലുന്നവനായിട്ട്, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചെല്ലുന്നവനായിട്ട് ഉയരണം. ബിലഅ്തിമാദിൻ അലൽ അർളി ഭൂമിയുടെ മേൽ നമ്മുടെ ഭാരം കൊടുക്കാതെ, അഥവാ കൈകൾ ഭൂമിയിൽ കുത്താതെ നേരെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് പോരണം. ബിയദൈഹി അവൻ്റെ 2 കൈകളെ കൊണ്ട്, വബിലാ ഖുഊദിൻ ഇരിക്കൽ കൂടാതെയും. 2ാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അല്പം അവിടെ ഇരുന്ന് വീണ്ടും കൈ നമ്മുടെ ഭൂമിയിൽ കുത്തി പിന്നെ ഉയരുന്ന അവസ്ഥ അത് പറ്റില്ല. അങ്ങനത്തെ ഒരു ഇരുത്തം ഇരിക്കാതെ നേരെ നൃത്തത്തിലേക്ക് നാം വരണം. ഫതമ്മത്തിർ റക്അത്തുൽ ഊലാ അപ്പോൾ ഒരു റക്അത്ത് പൂർത്തിയായി. വഹാക്കദാ ഇപ്രകാരം തന്നെ അർ-റക്അത്തു സാനിയ ഇപ്പോൾ 1ാമത്തെ റക്അത്ത് നാം പറഞ്ഞു, ആ രൂപത്തിൽ തന്നെ 2ാമത്തെ റക്അത്തും നാം ചെയ്യണം. ഇല്ല ഒഴികെ അന്നഹു നിശ്ചയമായിട്ടും അവൻ ലാ യസ്തഫ്തിഹു അതിൽ സനാ ചെയ്യരുത്. വലാ യതഅവ്വദു ഫീഹ ലാ യസ്തഫ്തിഹു അവൻ എന്താകരുത്? സനാ ചെയ്യരുത്. വലാ യതഅവ്വദു അവൻ അഊദുവും ഓതരുത്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നും ഓതരുത്. ഫീഹ ആ 2ാമത്തെ റക്അത്തിൽ. ബാക്കിയെല്ലാം 1ാമത്തെ റക്അത്തിൽ ചെയ്തതുപോലെ ബിസ്മിയും ഫാത്തിഹയും അതുപോലെ സൂറത്തും ഒക്കെ ഓതണം. പിന്നെ റുക്കൂഉം സുജൂദും എല്ലാം ചെയ്യണം. വഇദാ ഫറഅ മിനസ് സജ്ദത്തി സാനിയ 2ാമത്തെ സുജൂദ് കഴിഞ്ഞാൽ മിനർ റക്അത്തി സാനിയ 2ാമത്തെ റക്അത്തിൽ നിന്ന് 1ാമത്തെ റക്അത്ത് പോലെ 2ാം റക്അത്തും നാം നിസ്കരിക്കും. ആ 2ാം റക്അത്തിലെ 2ാമത്തെ സുജൂദിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ, ആ സുജൂദ് കഴിഞ്ഞാൽ യഫ്തരിഷു റിജ്ലഹുൽ യുസ്ര അവൻ്റെ ഇടത് കാലിനെ വിരിക്കണം. വയജ്ലിസു അലൈഹ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കണം, നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ. വയൻസബു റിജ്ലഹുൽ യുംന അവൻ ഇങ്ങനെ നാട്ടി വെക്കണം, കുത്തനെ വെക്കണം. റിജ്ലഹുൽ യുംന അവൻ്റെ വലത് കാൽ നാട്ടി വെക്കണം. എങ്ങനെയാണ്? മുവജ്ജിഹൻ മുന്നിടിക്കുന്നവനായിട്ട്, അസാബിഅഹ ആ കാലിൻ്റെ വിരലുകളെ മുന്നടിക്കുന്നവനായിട്ട്, നഹ്വൽ ഖിബ്ല കിബിലയുടെ ഭാഗത്തേക്ക് മുന്നിടിക്കുന്നവനായിട്ട് അവൻ വെക്കണം. വാലിയൻ വെക്കുന്നവനായിട്ട്, യദൈഹി
അവൻ്റെ 2 കൈകളെയും അലാ ഫഖ്ദിഹി അവൻ്റെ തുടയുടെ മേൽ വെക്കണം. അതെങ്ങനെ വെക്കണം? ബാസിത്തൻ അസാബിയഹ, ബാസിത്തൻ വിരിച്ചവനായിട്ട്, പരത്തി വെക്കുന്നവനായിട്ട്, അസാബിയഹ ആ കൈയുടെ വിരലുകളെ പരത്തി വെക്കുന്നവനായിട്ട് ഇങ്ങനെ വിരിച്ചു വെക്കണം. സുമ്മ പിന്നെ യഖ്റഉ അവൻ ഓതണം അത്തശഹുദുൽ മഅ്സൂറ, ഹദീസിൽ വന്ന അത്തശഹുദ് അവൻ ഓതണം. അതെന്താ? അത്തഹിയ്യാതു ലില്ലാഹ് എന്ന് തുടങ്ങി അബ്ദുഹു വ റസൂലുഹു എന്നിവരെ പുസ്തകത്തിൽ ഒരു പ്രത്യേകം മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഭാഗം ഓതണം. ആ അത്തഹിയ്യാത്ത് പറയുമ്പോൾ വയുഷീറു നാം ആംഗ്യം കാണിക്കണം, ബിൽ മുസബ്ബഹത്തി ഈ ചൂണ്ടുവിരൽ കൊണ്ട്, ഫി ഷഹാദ അത്തഹിയ്യാത്തിലെ ഷഹാദത്തിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന ആ ഷഹാദത്തിൽ നാം ആംഗ്യം കാണിക്കണം. ഫയർഫൗഹ അവൻ ആ ചൂണ്ടുവിരലിനെ ഉയർത്തണം. ഇന്ദ ലാ ഇലാഹ, ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഉയർത്തണം. വയലഉഹ അതിനെ താഴ്ത്തിയിടണം. ഇന്ദ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിനെ താഴ്ത്തിയിടുകയും ചെയ്യണം. ഓക്കെ, നാം കുറഞ്ഞ ചില വേർഡുകൾ പുതുതായി ഈ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നേതാ? നഹല യൻഹലു, നഹല ഉയർന്നു, യൻഹലു ഉയരും. അതുപോലെ മുസബ്ബിഹത്ത് ചൂണ്ടുവിരൽ, മുസബ്ബിഹത്ത് ചൂണ്ടുവിരൽ. ഫഹ്ദ്, ഫഹ്ദ് എന്ന് പറഞ്ഞാൽ തുട. ബാസിത്ത് വിരിച്ചുകൊണ്ട്, വിരിക്കുന്നവനായിട്ട്. ഇങ്ങനെ കുറഞ്ഞ വേർഡുകൾ നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ യഫ്തരിഷു പരത്തി വെക്കണം. ഇപ്പോൾ നാം നിസ്കാരത്തിൻ്റെ 2 റക്അത്ത് പൂർത്തിയായി, ഒന്നാമത്തെ അത്തഹിയ്യാത്തും കഴിഞ്ഞു. ഇനി എന്താണ് നാം ഒരു പൂർണ്ണമായ നിസ്കാരത്തിൽ ചെയ്യേണ്ടത് എന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും നാളേക്ക് ഒരു വർക്ക് ചെയ്തു കൊണ്ടുവരണം. നമ്മുടെ പുസ്തകത്തിൻ്റെ 16-ാമത്തെ പേജിൽ നസ്ലു ബിൽ മുനാസിബ് യോജിച്ചത് ചേർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നസ്ലു നമുക്ക് ചേർക്കാം, ബിൽ മുനാസിബ് യോജിച്ചത്. ദുആഉൽ ഇസ്തിഫ്താഹ്, ഇസ്തിഫ്താഹിൻ്റെ ദുആ അഥവാ സനാ അതെപ്പോഴാണ് എന്ന്. 2 അൽ ഇഫ്തിറാഷ്, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. യുബായിദു ബത്നഹു അൻ ഫഖദൈഹി, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാന റബ്ബിയൽ അലീം, ഇപ്പം 3 എണ്ണം. അതിന് നേരെ എതിർഭാഗത്ത് അർ റുകൂഉ, അൽ ഇഅ്തിദാലു, അൽ ഖിയാമു, അസ്സുജൂദു, അൽ ഖുഊദു ലിത്തശഹുദി. ഓരോന്നിനോടും യോജിച്ചത് ഏതാണെന്ന് കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അവൻ പൊരുത്തപ്പെട്ട ഉഖറവിയായ മുതഅല്ലിമീങ്ങളിൽ, വിദ്യാർത്ഥികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രതിസന്ധികളും അല്ലാഹു ഉയർത്തി നല്ല സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك